ഏവർക്കും നമസ്കാരം. പാകിസ്ഥാനിൽ ഇലക്ഷൻ കഴിഞ്ഞു. കഴിഞ്ഞു. നവാസ് ഷെരീഫ് അദ്ദേഹത്തിൻ്റെ വിക്ടറി സ്പീച്ച്, വിജയ പ്രഘോഷണവും നടത്തി. ഞാനത് കേട്ടപ്പോൾ ചിരിച്ച് മണ്ണ് കപ്പി. നവാസ് ഷെരീഫ് 2 നാഷണൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മത്സരിച്ചു. ഒന്നിൽ തോറ്റു, മറ്റതിൽ തോറ്റ് തുന്നം പാടേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തെ ജയിപ്പിച്ചു കൊടുത്തു. ചെയ്യാവുന്ന കൃത്രിമൊക്കെ കാണിച്ച് ജയിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ എതിരാളിയായിരുന്ന കാൻഡിഡേറ്റിന് അദ്ദേഹത്തെക്കാൾ 80,000 വോട്ട് കൂടി നിന്നപ്പോൾ പെട്ടെന്ന് വോട്ടെണ്ണുന്ന പ്രക്രിയ നിർത്തിവെച്ചു. പിന്നെ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അരഞ്ഞു പോകും. ഇത്രമാത്രം ആദർശം, എല്ലാവരും പരസ്പരം സഹകരിച്ച് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സർവ ലാഭേച്ഛയും സ്വാർത്ഥചിന്തയും വെടിഞ്ഞ് ത്യാഗബുദ്ധിയോടെ സത്യസന്ധമായി സേവനം ചെയ്യണം, എല്ലാവരും എൻ്റെ കുടക്കീഴിൽ അണിനിരക്കുകയും ഞാൻ പാകിസ്ഥാനെ സ്വർഗത്തിൽ കൊണ്ട് എത്തിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പഠിച്ച കള്ളന് മാത്രമേ ഈ പരിപാടി നടത്താൻ ഒക്കത്തുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ എനിക്ക് പാകിസ്ഥാനെ പറ്റിയോ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിനെ പറ്റിയോ അല്ല പറയാനുള്ളത്. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ സഭയായിരുന്ന ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, പിന്നെ എനിക്ക് ഏറ്റവും ബന്ധമുണ്ടായിരുന്ന ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, CSI, CNI, ഈ 2 സഭകളിലും നടക്കുന്ന ബിഷപ്പന്മാരുടെ തിരഞ്ഞെടുപ്പ് പറ്റിയാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ ഒരു വലിയ ദുർഭാഗ്യം, സഭകളുള്ളിൽ നടക്കുന്ന പ്രക്രിയ എന്താണെന്ന് ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉണ്ട് എന്നതാണ്. ഇല്ലായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, അങ്ങനെ സംഭവിച്ചു പോയി. ഞാനിതെല്ലാം ദൃക്സാക്ഷിയാണ്. ഇപ്പോൾ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിൽ ഒരു ബിഷപ്പിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിനൊരു കൊളീജിയമുണ്ട്, അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിന് ചുമതലയുള്ള 20 അംഗങ്ങളുള്ള ഒരു ഇലക്ഷൻ ബോഡിയുണ്ട്. അതിൽ ഓരോ വ്യക്തിക്കും പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള തുക കൈക്കൂലി കൊടുക്കണം. അത് ഏറ്റവും കൂടുതൽ ഏത് കാൻഡിഡേറ്റ് കൊടുക്കുന്നു ആ കാൻഡിഡേറ്റിനായിരിക്കും ഈ ഇലക്ട്രൽ കോളേജിലെ അംഗം വോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇലക്ഷന് ഏതാണ്ട് 24 മണിക്കൂർ മുൻപ് ഈ ഇലക്ട്രൽ കോളേജിലെ ആളുകൾ ഡൽഹിയിൽ കൂടും, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഹെഡ്ക്വാർട്ടേഴ്സിൽ കൂടും. പിന്നെ രാത്രി മുഴുവനും ഈ ക്രയവിക്രയമാണ്. അത് കഴിഞ്ഞ് ഇലക്ഷൻ ദിവസം രാവിലെ വരുമ്പോൾ പറയും, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ലോകത്തിലാരും ഞങ്ങളെ സ്വാധീനിക്കാൻ സാധ്യമല്ല എന്ന വിധത്തിൽ പരിശുദ്ധാത്മാവിനെ മാത്രം കേന്ദ്രീകരിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഏറ്റവും കൂടുതൽ കൈക്കൂലി കൊടുത്ത അധമനെ ബിഷപ്സ് ഡെസിഗ്നേറ്റായിട്ട് തിരഞ്ഞെടുക്കും. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ തിരഞ്ഞെടുത്താൽ മാത്രം പോരാ, മോഡറേറ്റർ എന്ന് പറയുന്ന ഒരു അധമനുണ്ട്. അവൻ്റെ കൈ വേണ്ടതുപോലെ ഒന്ന് ബട്ടർ ചെയ്ത് സന്തോഷിപ്പിച്ചെങ്കിൽ മാത്രമേ പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനൊക്കെ. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലാണ് നടക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പില്ലാതെ ഒരു കാര്യവും 1 രൂപ പോലും കൈക്കൂലിയായിട്ട് കൊടുക്കത്തില്ല, വാങ്ങിക്കത്തുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബിഷപ്സ് കാൻഡിഡേറ്റ്സിനെ തന്നെ തീരുമാനിക്കുന്നത് ഇപ്പോൾ ആരാണ് മോഡറേറ്ററുടെ കൂടെ ചേർന്ന് നിന്ന് സഭയെ വഞ്ചിക്കുകയും സഭാ സ്വത്തുക്കൾ ഏറ്റവും സമൃദ്ധമായി മോഷ്ടിക്കുകയും ചെയ്ത് വിമത അഭിപ്രായത്തിലുള്ള ആരെങ്കിലും അധികാരത്തിൽ വന്നാൽ ഇവരെല്ലാം അഴിക്കുള്ളിലാകുമെന്ന് ഭീതിയുള്ളവർ, അവരെ താങ്ങി നിൽക്കുന്ന ആരെങ്കിലുമുണ്ടോ അവരെ മാത്രമേ
ബിഷപ്സിൻ്റെ കാൻഡിഡേറ്റ്സായിട്ട് പോലും നിൽക്കാൻ സമ്മതിക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രഗത്ഭനായ സത്യസന്ധനായ ഒരു പുരോഹിതനാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ നിലപാട് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ 36 ഡയസിസിലെ ഏറ്റവും പ്രഗത്ഭനായ പുരോഹിതനാണ്. നിങ്ങൾക്കൊരിക്കലും ഒരു ബിഷപ്പാകാൻ സാധ്യമല്ല. കാരണം നിങ്ങൾ സത്യസന്ധനാണ് എന്നൊരു വലിയ കുറ്റം, ഒരു ന്യൂനത നിങ്ങൾക്കുണ്ട്. കാരണം സത്യസന്ധനായ ഒരാളടുത്ത് ബിഷപ്പായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് ഈ സഭാസ്വത്ത് മുഴുവൻ മുടിക്കുകയും കള്ളം മാത്രം കാണിക്കുകയും മോഷ്ടിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണെന്ന് പറയുകയും ചെയ്യുന്ന ഈ ആളുകൾക്ക് എന്തെങ്കിലും തട്ടുകേട് വരും. ആ സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി അവരെ പോലെയുള്ള ആളുകളെ മാത്രമേ അടുത്ത ബിഷപ്പന്മാരായി അവർ പ്രസവിക്കുകയുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇനി സൗത്ത് കേരള ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിലോട്ട് വന്നാൽ വ്യത്യസ്തമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ വോട്ട് വില കൊടുത്ത് വാങ്ങിക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു വോട്ടിന് 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ വിലയാണെങ്കിൽ ഒരു ബിഷപ്പിന് വോട്ട് കൊടുക്കണമെങ്കിൽ അതല്ല റേറ്റ്, നിങ്ങൾക്കറിയാം. എന്ന് മാത്രവുമല്ല, ഇപ്പം ഇന്നയാൾ ബിഷപ്പായാൽ എൻ്റെ കുടുംബത്തിനൊരു പേര് കിട്ടും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള പണച്ചാക്കുകൾ നല്ലതായിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ബിഷപ്പിൻ്റെ പേരിനകത്ത് പേരും കൂടെ ചേർത്തായിരിക്കും പിന്നെ അവതരിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരുത്തൻ്റെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നില്ല. 1 മാസം കഴിഞ്ഞ് അഭിഷേകം നടക്കുന്നില്ല. പണ്ട് ഈ സ്ത്രീകൾ പ്രസവിക്കാനുള്ള സമയമാകുമ്പോൾ ചിലർ പ്രസവിക്കാൻ താമസം വരും. 1 ദിവസം കാത്തിരിക്കും, 2 ദിവസം കാത്തിരിക്കും. അപ്പോഴത്തേക്ക് അവലാതി കൂടും. പിന്നെ ഡോക്ടറെ അടുത്ത് പോകും. പണ്ടൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ കൈക്കൂലി കൊടുക്കണം. എൻ്റെ ചെറുപ്പത്തിലൊരു ഓർമ്മ, കല്ലുമല, എൻ്റെ വീട് തൊട്ടടുത്ത് കോട്ടയിൽ എന്ന് പറഞ്ഞൊരു വീട്. അവിടുത്തെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി, അവർക്ക് പ്രസവ സമയമായി. അവരെ മാവലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. പക്ഷേ വേണ്ടതുപോലെ കൈക്കൂലി കൊടുത്തില്ല എന്നതുകൊണ്ട് ഡോക്ടർ അവരെ നോക്കിയില്ല. അവരവിടെ കിടന്ന് ചത്തുപോയി. എൻ്റെ വലിയ ചെറുപ്പത്തിലെ ഒരു ഓർമ്മ, ആ ശവം ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ റോഡിൽ കൂടെ അവർ വീട്ടിലോട്ട് കയറ്റുന്നതും അവരെ അവരുടെ വീട്ടിൽ വെച്ച് ദഹിപ്പിക്കാനായിട്ട് മാവ് വെട്ടുന്നതുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നില്ല. പിന്നെ അദ്ദേഹം വന്ന് മോഡറേറ്റർ എന്ന് പറയുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന മാന്യദ്ദേഹത്തിന് 1 കോടി രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംഗതികൾ ശരിയായത്. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ട് മാത്രമാണ്. വേറൊരു ചെറിയ സംഭവം കൂടെ പറയാം. നിങ്ങൾക്ക് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്ന് പറയുന്ന സ്ഥാപനത്തെ അറിയാം. എനിക്ക് 25 വർഷം എൻ്റെ നല്ല പരിചയമുണ്ട്. ഞാനതിൻ്റെ ജനറൽ കൗൺസിലിലും എക്സിക്യൂട്ടീവ് കൗൺസിലും മെമ്പറായിരുന്നു. കുറച്ചു കാലം ഞാൻ അതിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. അതിനകത്ത് മിക്കവാറും എല്ലാ സബ് കമ്മിറ്റികളും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ നോ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ദ ബാക്ക് ഓഫ് മൈ ഹാൻഡ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവിടെ ഒരു സംഭവം നടന്നു. എന്താണ്? കേരളത്തിലെ ഒരു സഭ, ഏത് സഭയാണെന്ന് ഞാൻ പറയുന്നില്ല, അവിടെ ഒരു ബിഷപ്പ് സിലക്ഷൻ നടക്കുകയാണ്. ഇത് CSI സഭയല്ല. അപ്പോൾ ഈ 4 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവരുടെ മെഡിക്കൽ പരിശോധന നടക്കണം. അപ്പോൾ ഈ 4 പേരിൽ ഒരാളെ ആ സഭയുടെ തലവൻ ഇഷ്ടമല്ല. അപ്പോൾ അദ്ദേഹം ബിഷപ്പാകരുത്. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ സഭയുടെ തലവൻ എന്ത് ചെയ്തു? ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൻ്റെ ഡയറക്ടറെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ, ഈ 4 പേരെ അങ്ങോട്ട് അയക്കാൻ പോവുകയാണ്, അവരുടെ മെഡിക്കൽ നടത്തി തരണം. അങ്ങനെ നടത്തുമ്പോൾ അവനെ ഒന്ന് ഡിസ്ക്വാളിഫൈ ചെയ്തൊന്ന് തരണം. ഇന്നയാളിനെ മെഡിക്കൽ പരിശോധനയിൽ കൂടെ ഡിസ്ക്വാളിഫൈ ചെയ്ത് തരണം, അവൻ അയോഗ്യനാണ് എന്നൊന്ന് സ്ഥാപിച്ചു തരണം. അപ്പോൾ അദ്ദേഹം വളരെ ഭവ്യതയോട് പറഞ്ഞു, തിരുമേനി, അത് എൻ്റെ
പ്രൊഫഷണൽ എത്തിക്സിന് പിടിക്കാത്തതാണ്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങളെക്കൊണ്ട് സത്യം മാത്രമേ എഴുതാൻ സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അന്ന് അങ്ങോട്ട് വിടുന്നില്ല. അദ്ദേഹം ഈ 4 പേരെ വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട്, ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ട് പരിശോധിപ്പിച്ച് വേണ്ടതുപോലെയുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഇത് ഫസ്റ്റ് ഹാൻഡ്സ് നോളജാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മുടെ വിശ്വാസികൾ അറിഞ്ഞുകൂടാ. അവർ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ, പിന്നെ ബാറയ്ക്ക് മോറോൻ, കുറിയലൈസോൻ, പിന്നെ പരിശുദ്ധാത്മാവിനെ കയ്യിലിട്ടിങ്ങനെ പറപ്പിക്കുന്നു. ഇതിലൊരു മാന്യൻ എന്നോട് ഈ യൂട്യൂബ് ചാനൽ തന്നെ എഴുതിയതാണ്, പരിശുദ്ധാത്മാവിനെ വരച്ചവരെ നിർത്താൻ തക്കവണ്ണം കൈവിറപ്പിക്കാൻ ഞങ്ങളുടെ സഭയിലെ അച്ഛന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. വേറെ ഒരു സഭയിലുമുള്ള അതിനുള്ള യോഗ്യതയില്ല. അത് മാർത്തോമ സഭയ്ക്ക് വേണ്ടി മാത്രം ലഭിച്ചിരിക്കുന്ന ഒരു അവകാശമാണ്. അതിങ്ങനെ തോമാസ് ശ്ലീഹായിൽ കൂടെ ഒഴുകി വന്ന ഒരു കൈവഴിയാണ്. അതിനകത്ത് മറ്റാർക്കും പങ്കുണ്ടാകുകയില്ല. അപ്പോൾ എന്നൊക്കെ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പാകിസ്ഥാനിൽ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് നടക്കുന്നതും നമ്മുടെ നാട്ടിൽ വിശുദ്ധ, അതിവിശുദ്ധ, പരിശുദ്ധ ജനങ്ങളെ നയിക്കുന്ന ആട്ടിടയന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ ഈ തിരഞ്ഞെടുപ്പ് തമ്മിൽ വല്ല വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വല്ല വ്യത്യാസവും. പക്ഷേ ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ 1000 പേര് പുലിയെപ്പോലെ എൻ്റെ നേരെ ചാടും. കാരണം ഞാൻ പറയുന്നത് സത്യമാണെന്ന് അവർക്കറിയാം. പക്ഷേ ആ സത്യത്തെ അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. ഇത് നിങ്ങൾ ചിന്തിക്കണം. വളരെയധികം അപഹാസ്യമാണിത്. ഇതിപ്പോൾ അറിയാൻ വയ്യാത്ത ആരുമില്ല. ഇതൊന്നും വേണ്ട. ഈ അഭിഷിക്തന്മാർ കസേരയിൽ കയറിക്കഴിഞ്ഞ് അവർ ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് കണ്ടുകൂടെ? ഇപ്പോൾ തിരുവനന്തപുരത്തിലുണ്ടായിരുന്നു ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്റർ, 16 ക്രിമിനൽ കേസുണ്ട്. അദ്ദേഹം ഓടി നടന്ന് എല്ലാവരുടെയും പാപം ക്ഷമിക്കും. യേശുവിന് തിരുശരീരം മുറിച്ച് വാലിട്ട് കൊടുക്കും. പിന്നെ നിങ്ങളുടെ മക്കൾക്ക് സുഖപ്രസവത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കും. പിന്നെ കാണിക്കാവുന്ന അധർമ്മം മുഴുവനും കാണിക്കും. ഏത് പരിപാടിക്കും. രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി വേണോ? എന്നാ പിടിച്ചോ. കള്ളം പറയണോ? എന്നാ പിടിച്ചോ. 1000 പേരെ അപമാനിക്കണോ? എന്നാ പിടിച്ചോ. ഇത് പരിശുദ്ധമാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് 10,000-കണക്കിന് ആളുകൾ. ഇതേത് മതമാണ് സാറേ? അറിയാമോ എന്നോട് ചോദിക്കാം. അയ്യോ, ഇതിൽ പെട്ടുപോയല്ലോ എന്ന് ഞാൻ ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. എന്നാൽ എനിക്ക് ഏറ്റവും വേദന എന്താണെന്ന് ചോദിച്ചാൽ, നിഷ്കളങ്കരായ അനേക ആയിരക്കണക്കിന് ആളുകൾ എട്ടും പൊട്ടും അറിയാതെ ഈ വഞ്ചനയിൽ പെട്ടുപോയിട്ട് ഈ പോത്തുകളുടെ വാല പിടിച്ച് നടന്നാൽ സ്വർഗരാജ്യത്തിൽ ചെല്ലാം എന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കരായ ആളുകൾ, അവർ സ്വർഗത്തിൽ പോകും, എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഈ അധമന്മാർ, അവർക്ക് ഏത് അവസ്ഥ വരും ദൈവം മാത്രം അറിയുന്നു. അതുകൊണ്ട് ദയവായി കണ്ണ് തുറക്കണമേ. യേശു പറഞ്ഞില്ലേ, ഞാൻ വന്നത് നിങ്ങളുടെ കണ്ണ് തുറക്കാനാണ്. എന്നേക്കുമായി അടയുന്നതിന് മുൻപ് കണ്ണൊന്ന് തുറക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ.